ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 25 വർഷം മുമ്പ് പണിത വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ സെൻറ്ററിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അത് പരിക്കിനായിട്ട് നല്ല സ്ലോപ്പിൽ പുറത്തേക്ക് വെള്ളം പോകാനുള്ള രീതിയിലുള്ള ചെയ്യുന്ന ഒരു വർക്കാണെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓളന്ന ബട്ടൺ അമർത്തിയേക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നല്ല വൈൻഡിങ് ബ്രഷ് എടുത്ത് നല്ല ഉരച്ച് ക്ലീൻ ആക്കിയ ശേഷം വെള്ളം ഒഴിച്ച് ഒന്നുകൂടി വൃത്തിയാക്കുകയാണ്. നല്ല ക്ലീനായിട്ടിരുന്നാൽ മാത്രമേ ഈ പരിക്കൻ അതിലേക്ക് പിടിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൊള്ളച്ചു പോകാൻ സാധ്യതയുണ്ടാവും. ഇതെല്ലാം ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ട് വേണം പണി തുടങ്ങാനായിട്ട്. ഫ്ലോറ് ക്ലീനാക്കിയ ശേഷം ഒരു ബക്കറ്റിൽ ഗ്രൗട്ട് കലക്കിയിട്ട് മാല വെക്കണം. ഒരു സൈഡിൽ 0 മറ്റൊരു സ്ഥലത്ത് 1 ഇഞ്ച് പൊക്കത്തിൽ പരിക്കിനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് സ്ലോപ്പ് കിട്ടും. ഇപ്പോൾ ഇത് 150 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഈ ഫ്ലോർ ഉള്ളൂ. അതുകൊണ്ട് 1 ഇഞ്ച് സ്ലോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം പോകും. അപ്പോൾ ഒരു സൈഡിൽ 1 ഇഞ്ച് പൊക്ക, മറ്റേ സൈഡിൽ 0 ചെയ്യും. എടാ ഇതിൽ വെക്കടാ. മാലിൽ വെച്ച ശേഷം നമ്മൾ ലൂസാക്കി കലക്കിയ ഗ്രൗട്ട് മാലിന് ചുറ്റും ഒഴിക്കണം. കട്ടി അധികം വേണ്ട, നമുക്കൊരു നോർമൽ കട്ടിയിൽ മതി. ഭയങ്കരമായിട്ട് കട്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ ചൂടിനടിച്ച് എല്ലാ പ്രതലത്തിലും എത്തുകയില്ല. അതുപോലെ ഈ ചൂട് കൂടിയതുകൊണ്ട് പെട്ടെന്ന് അത് വലിച്ചു പോകും. അപ്പോൾ ലൂസാക്കി ഒഴിച്ചാൽ മാത്രമേ പ്രതലത്തിൽ നനവ് നിൽക്കുകയുള്ളൂ. എന്നാലും നമ്മുടെ ഇടുന്ന പരിക്കാൻ നമുക്ക് അതിലേക്ക് പിടിക്കാൻ സാധ്യത കൂടുതലുള്ളൂ. അപ്പോൾ കട്ടി കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് വലിഞ്ഞു പോയി നമ്മൾ ഇടുന്ന പരിക്കാൻ അതിലേക്ക് പിടിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അടിയിൽ ഇടുന്ന ഗ്രൗട്ട് ലൂസാക്കി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. മാല വെച്ചതിന് ശേഷം ഗ്രൗട്ട് ലൂസാക്കിയിട്ട് വേണം ഫ്ലോറിൽ ഒഴിച്ചിട്ട് വേണം പരിക്കൻ നിരത്താനായിട്ട്. കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ലൂസാക്കിയിട്ട് വേണം ഗ്രൗട്ട് വെച്ചിട്ട് പരിക്കൻ കറക്റ്റ് ലെവലിൽ നിരത്തിയിട്ട് വേണം മുഴക്കോല് വയ്ക്കാനായിട്ട്. ഇനി ആ മാലിൽ വീഴാത്ത രീതിയിൽ പരിക്കൻ നിരത്തണം. ഒരിക്കലും വെള്ളം കുറച്ച് പരിക്കൻ നിരത്തരുത്. മീഡിയം വെള്ളത്തിൽ വേണം പരിക്കൻ നിരത്താനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗട്ടുമായിട്ട് ഇത് യോജിച്ച് പോകില്ല. അതുകൊണ്ട് എപ്പോഴും വെള്ളം കുറച്ച് ഒരിക്കലും പരിക്കൻ നിരത്തരുത്. പിന്നെ മുഴക്കോല് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാല് വിട്ട് താന്നു പോകരുത്. മാല് വിട്ട് താന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം കിട്ടും. അതുകൊണ്ട് ഈ പണി എപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പണിതില്ലെങ്കിൽ നമ്മൾ നാളെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ സെൻറ്ററിൽ വെള്ളം കിട്ടാൻ സാധ്യത കൂടുതലാണ്. 4 സൈഡും വൃത്തിയായി മാല തള്ളിയ ശേഷം മാത്രമേ ഉള്ളിൽ പരിക്കൻ നിരത്താൻ പാടുള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് ഞങ്ങൾ പരിക്കൻ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 25 വർഷം മുമ്പാണ് ഈ വീട് പണിതത്. അന്ന് കോൺക്രീറ്റ് ചെയ്തത് മണലിലായിരുന്നു. അതുകൊണ്ട് ഈ കോൺക്രീറ്റിന് ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ആകെയുള്ള ന്യൂനത എന്ന് പറയുന്നത് ഈ സ്ലാബിൻ്റെ സെൻറ്ററിൽ വെള്ളം കെട്ടുന്നത് മാത്രമേ ഉള്ളൂ. ആ വെള്ളം കളയാൻ വേണ്ടി മാത്രമാണ് ഈ പരിക്കിടുന്നത്. അല്ലാണ്ട് ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഇത് എംസാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മിക്സിംഗ് ആണ്. ഇപ്പോൾ ഒരു ചട്ടി സിമെൻറ്റിന് 3 ചട്ടി എംസാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റായ വെള്ളത്തിൻ്റെ തോതിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇത് മൊത്തം നിരത്തി കഴിഞ്ഞ ശേഷം ഒന്ന് ചവിട്ടി ഉറപ്പിക്കണം. എന്താ കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ നടക്കുമ്പോൾ ഇതിന് ചെറിയ ഗ്രൗട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം മുഴക്കോല് തള്ളാനായിട്ട്. കൽപ്പാണി പിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ പിഴുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്ലോർ മുഴുവൻ മുഴക്കോലിട്ട് കൽപ്പാണി പിടിച്ച് നല്ല സ്ലോപ്പാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് പ്രതലം. കൽപ്പാണി ഇട്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ കയറി ഗ്രൗട്ട് ഒഴിക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം നമ്മുടെ മുകളിലേക്ക് വരും. നമ്മൾ കൽപ്പാണി ഇടുമ്പോൾ വെള്ളം മുകളിലേക്ക് വരും. അതൊന്ന് പയ്യെ വലിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലെ ലൂസാക്കിയിട്ട് വേണം ഗ്രൗട്ട് ഒഴിക്കാനായിട്ട്. ഒട്ടും കട്ടി പാടില്ല. വെയിൽ കൊണ്ട് തന്നെ കട്ടി കഴിഞ്ഞാൽ വേഗം പൊട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നൈസായിട്ട്, പണ്ട് പരിക്കിനിട്ടുന്ന സമയത്തും നമ്മൾ മണലിൽ പരിക്കിടുന്ന സമയത്തൊന്നും ഈ ഗ്രൗട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഈ എംസാൻഡ് വന്നപ്പോഴാണ് ഈ ഗ്രൗട്ട് ഒഴിക്കൽ തുടങ്ങിയത്. എന്താ കാരണം കുറച്ചളയുമ്പോൾ ഇതിൻ്റെ ബലം പോവുകയാണ്. മുകളിലെ ബലം പോയിട്ട് പരവരാതെ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് മുകളിൽ ഗ്രൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും പോവില്ല.
അങ്ങനെ ഈ പ്രതലം മൊത്തം ഇതുപോലെ ഗ്രൗട്ട് വെച്ച് സെറ്റാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചെയ്ത പണി കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ ചെറിയൊരു പണി ഇവിടെ തീരുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.